കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 33. രചന ശാലിനി ഇയെ. വേദന സഹിക്കാൻ കഴിയാതെ നിലത്ത് കിടന്നുരുളാൻ വരെ തോന്നി അവൾക്ക്. ശബ്ദം വായ്വിട്ട് പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ അവൾ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു. സ്റ്റെപ്പിറങ്ങി താഴേക്ക് ഓടാനായിരുന്നു അവൾ ആദ്യം തീരുമാനിച്ചത്. എന്നാൽ സ്റ്റെപ്പിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൾ ആകെ തളർന്നു പോയിരുന്നു. അവളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു വേദന അനുഭവിച്ചിട്ടില്ലായിരുന്നു. ഇരു കൈകൾ കൊണ്ടും തല പൊത്തിപ്പിടിച്ചുകൊണ്ട് നദി താഴേക്കിരുന്നു. അമ്മേ, എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ. ചില്ലുചേച്ചി താഴേക്ക് പോയില്ലായിരുന്നെങ്കിലെന്ന് അവൾ ആ നിമിഷം ചിന്തിച്ചു. സാറിനെ വിളിച്ചാലോ എന്നവൾ ചിന്തിച്ച നിമിഷം തന്നെ നിലത്ത് കൂടി നിരങ്ങിക്കൊണ്ട് അവൾ അവൻ്റെ റൂമിന് മുന്നിലെത്തി. ഡോറിൽ ചാരിയിരുന്നു കൊണ്ട് തന്നെ അവൾ ആ ഡോറിൽ ആഞ്ഞു തട്ടി. ഒന്നല്ല പലവട്ടം. 3:30 അലാറം അടിച്ചപ്പോൾ സാധകം ചെയ്യാൻ വേണ്ടി കുളിക്കാനായി എഴുന്നേറ്റതായിരുന്നു ബദ്രി. കുളിക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് നേരത്തെ എക്സസൈസ് ചെയ്ത് വിയർത്തൊരിച്ച് നിൽക്കുമ്പോഴാണ് വാതിലിൽ മുട്ട് കേൾക്കുന്നത്. ആരാണിപ്പോൾ ഈ നേരത്ത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് അവൻ ഡോർ തുറന്നത്. ഡോർ തുറന്നപാടെ ഡോറിൽ ചാരി ഇരിക്കുകയായിരുന്ന നദി ഉള്ളിലേക്ക് മലർന്നു വീണു. അയ്യോ, എന്തു പറ്റി? അവൻ ഓടി അവൾക്കരികിൽ ചെന്നിരുന്നു കൊണ്ട് അവളെ എഴുന്നേറ്റിരിക്കാൻ സഹായിച്ചു. എനിക്ക് തലവേദനിച്ചിട്ട് വയ്യ സർ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ? ഇരു കൈകൾ കൊണ്ടും തലയമർത്തി പിടിച്ചും കൊണ്ടാണ് അവൾ പറയുന്നത്. അസഹ്യമായ വേദനയാൽ അവൾ പുളയുന്നുണ്ട്. ചില്ലു റൂമിലില്ലേ? അവൻ നദിയെ പതിയെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരു ബർമുടയും സ്ലീവ്ലെസ് ബനിയനുമാണ് അവൻ്റെ വേഷം. ചില്ലു ചേച്ചി താഴെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും. ബാക്കി അവൾ പറഞ്ഞില്ലെങ്കിലും ചില്ലു കഴിഞ്ഞ രാത്രി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് ഉറങ്ങിയതെന്ന് അവന് മനസ്സിലായി. ബദ്രി നദിയെ താങ്ങി പിടിച്ചും കൊണ്ട് താഴെ ഹാളിലെത്തി. അവൻ ഫോണെടുത്ത് അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചു. പ്രതികരണമില്ലെന്ന് മനസ്സിലായപ്പോൾ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. അതിലും പ്രതികരണമില്ല. അവൻ അവളെ ഹാളിൽ സോഫയിലിരുത്തി. 5 മിനിറ്റ്, അതിനുള്ളിൽ ഇറങ്ങാം. അവനങ്ങനെ പറഞ്ഞുകൊണ്ട് നോക്കിയത് അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്കാണ്. പിന്നീട് സമയം കളയാൻ അവന് തോന്നിയില്ല. ബദ്രി വേഗം മെയിൻ ഡോറിൻ്റെയും കാറിൻ്റെയും കീയെടുത്തു. ഡോർ തുറന്ന് പുറത്തിറങ്ങിയ അവൻ വേഗം കാറുമെടുത്ത് പൂമുഖ പടിക്കരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. കോ ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ തുറന്ന് വെച്ചും കൊണ്ട് അവൻ അകത്തേക്കോടി സോഫയിൽ ചാരിയിരിക്കുന്നവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചും കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. അവളെ ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുത്തിയിട്ട് ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം കാറിൽ കയറി. ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി സ്പീഡിൽ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അവൻ ഇടയ്ക്കിടെ നദിയെ നോക്കുന്നുണ്ടായിരുന്നു. സീറ്റിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് അവൾ കടുത്ത വേദനയാൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നുണ്ട്. ബദ്രി ഒരു കൈകൊണ്ടവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എതിർപ്പൊന്നും കൂടാതെ അവൾ അവൻ്റെ തോളിലേക്ക് തല ചായ്ച്ച് കിടന്നു. തോളിൽ കണ്ണുനീരിൻ്റെ നനവ് തട്ടിയപ്പോഴാണ് അവൾ കരയുകയാണെന്നവന് മനസ്സിലായത്. അവൻ ഇടത് കൈവിരലാൽ അവളുടെ തോളിൽ പതിയെ തട്ടി. സങ്കടപ്പെടല്ലേ, നമ്മളിപ്പോഴെത്തും ഹോസ്പിറ്റലിൽ. തിരുവനന്തപുരം ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ കാർ നിർത്തിയതും അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് കാഷ്വാലിറ്റിക്ക് ഉള്ളിലേക്ക് പോയി. നിങ്ങൾ പുറത്തു നിന്നാൽ മതി, ഞങ്ങൾ നോക്കട്ടെ. ഒരു സിസ്റ്റർ അങ്ങനെ പറഞ്ഞപ്പോൾ ബദ്രി പുറത്തേക്ക് നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ പുറത്തേക്ക് വന്ന് നദിയുടെ കൂടെയുള്ള ആളെ വിളിച്ചു. ആ കുട്ടിക്ക് തലയ്ക്ക് നല്ല പെയിനുണ്ട്. ഇവിടെ ഇപ്പോൾ ENT ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് നല്ലത്. സിസ്റ്ററുടെ വാക്കുകൾ കേട്ട് അവൻ്റെ നെറ്റി ചൊളിഞ്ഞു. ഈ ഹോസ്പിറ്റലിൽ എത്ര ENTമാരുണ്ട്? അവൻ്റെ ചോദ്യം കേട്ട് സിസ്റ്റർക്ക് ദേഷ്യം വന്നു. ഇവിടെ കുറേ ENTമാർ ഉണ്ടാകും. അവരെല്ലാം ഡ്യൂട്ടിക്ക് വരാൻ രാവിലെ ആകും. അതുവരെ ഈ രോഗിയെ ഇവിടെ കിടത്തിയാൽ മതിയോ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നല്ലേ ബോർഡിലുള്ളത്? എന്നിട്ട് ഇവിടെ അടിയന്തര വൈദ്യസഹായം നൽകാനുള്ള ഡോക്ടേഴ്സ് ഇല്ല? നിങ്ങളോട് മലയാളത്തിലല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? നിങ്ങൾക്ക് രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ കാലത്ത് ഡോക്ടർ വരുന്നത് വരെ ഇവിടെ കിടത്താം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അതും പറഞ്ഞുകൊണ്ട് അവർ ഉള്ളിലേക്ക് പോയി.
സത്യം പറഞ്ഞാൽ ബദ്രിയുടെ വേഷം കാരണം അവനെ അവർക്ക് മനസ്സിലായില്ലായിരുന്നു. ഒരു സാധാരണക്കാരൻ്റെ നൈറ്റിൽ വീട്ടിലിടുന്ന ഡ്രസ്സിട്ടും കൊണ്ടാണല്ലോ അവൻ നിൽക്കുന്നത്. ഏത് പാതിരാത്രിയിലും വൈദ്യസഹായം കിട്ടാതെ ഒരു രോഗിയും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും പടിയിറങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. അവൻ്റെ മനസ്സിൽ മഹാദേവൻ മാസ്റ്റർ പറഞ്ഞ വാക്കുകളാണ് അലയടിച്ചത്. അദ്ദേഹത്തെ വിളിക്കണോ എന്നാണ് അവൻ ആദ്യം ചിന്തിച്ചത്. പിന്നീട് കാർത്തിയെ വിളിക്കാമെന്ന് തീരുമാനിച്ചു. കുറച്ച് നാളുകളായി അവൻ തന്നോട് മിണ്ടാറില്ല. ആ പിണക്കം നീക്കാൻ ഒരു അവസരമാകട്ടെ ഇത്. അങ്ങനെ കരുതി കൊണ്ടാണ് ബദ്രി കാർത്തിയെ കോൾ ചെയ്തത്. 2 തവണ ഫുൾ റിംഗ് ചെയ്തിട്ടും അവൻ കോൾ എടുത്തില്ല. മനഃപൂർവ്വമാണെന്ന് തോന്നിയെങ്കിലും ബദ്രി പിന്നെയും അവനെ വിളിച്ചു. ഇത്തവണ കോൾ കണക്റ്റായി. എന്താടാ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? കോൾ എടുത്തതും കാർത്തി ചൂടായി. കാർത്തി, ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ നേരത്ത് നിനക്കെന്താ ഇവിടെ കാര്യം? ആർക്കെങ്കിലും സുഖമില്ലാതായോ? നദിക്കൊരു തലവേദന. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ENT ഇല്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുക. നദിക്കൊരു തലവേദന എന്ന് പറഞ്ഞതും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ബോണറ്റിലേക്ക് തല്ലി അലച്ചു വീണ കുഞ്ഞുങ്ങളുടെ മുഖമായിരുന്നു. അവൻ്റെ നെഞ്ചിലൊരാന്തലുണ്ടായി. കാർത്തി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവളെ ഞാൻ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ? ശക്തമായ തലവേദനയാണ്. ഉറക്കെ അലറിക്കരയുന്നത് ഇല്ല എന്നേ ഉള്ളൂ. വേണ്ട, എവിടെയും കൊണ്ടുപോകണ്ട. ഞാൻ ഉടനെ എവിടെ എത്താം. അവർ എന്നോട് എന്താ പറഞ്ഞതെന്ന് വ്യക്തമായി എന്നോട് പറ. സിസ്റ്റർ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു വാക്കുപോലും വിടാതെ അവൻ കാർത്തിയോട് പറഞ്ഞു. ഉടനെ തന്നെ കാറുമെടുത്തവൻ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. കാറിലിരുന്നു കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ വിളിച്ചു കാർത്തി. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കേസ് വന്നാൽ, അത്യാവശ്യമായി ഒരു ENTയുടെ പരിചരണം ആവശ്യമായി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? മുഖവരൊന്നുമില്ലാതെ ചോദ്യം കേട്ടപ്പോൾ സൂപ്രണ്ട് ലക്ഷ്മണൻ ഒന്ന് പകച്ചു. കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു. ENT സ്പെഷ്യലിസ്റ്റിനെ പെട്ടെന്ന് തന്നെ വിളിച്ചു വരുത്തും. അങ്ങനെയാണോ സാധാരണ ചെയ്യുന്നത്? അതോ ഡോക്ടർ വരാൻ സമയമെടുക്കും, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറയുമോ? ഇല്ല. എന്തില്ലെന്ന്? സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചു വരുത്തില്ലെന്നോ അതോ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയില്ലെന്നോ? സർ, നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നാൽ അവർക്ക് എമർജൻസി വൈദ്യസഹായം നൽകും. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്രയും സൗകര്യങ്ങളുള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുന്നത്? അപ്പോൾ തനിക്കറിയാം കാര്യങ്ങൾ. ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ എന്താ നടക്കുന്നത്? താൻ 25 വരെ എണ്ണിക്കോ. അതിനുള്ളിൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കും. ബാക്കിയെല്ലാം നേരിൽ. അത്രയും പറഞ്ഞുകൊണ്ടവൻ കോൾ കട്ട് ചെയ്തു. സൂപ്രണ്ട് ഒറ്റയോട്ടത്തിന് കാഷ്വാലിറ്റിയിലെത്തി. എന്താ ഇവിടെ എന്താ നടക്കുന്നത്? പെട്ടെന്ന് സൂപ്രണ്ട് കയറി വന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ഡ്യൂട്ടി ഡോക്ടറും നഴ്സുമാരും പരസ്പരം നോക്കി. എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഡോക്ടറുടെ ചോദ്യത്തിന് അയാളെ ദേഷ്യപ്പെട്ടൊരു നോട്ടം നോക്കി സൂപ്രണ്ട്. ഇവിടെ എമർജൻസിയായി ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? തലവേദനയായി ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പെയിനുണ്ട്. MRI ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്ക ഡോക്ടേഴ്സും രാത്രിയിൽ വിളിച്ചാൽ വരാറില്ല. രാവിലെ 10 മണി വരെ ആ കുട്ടിയെ ഇവിടെ കിടത്തണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ. ഡോക്ടർ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുൻപേ ഒരു കൊടുങ്കാറ്റ് പോലെ കാർത്തി മുറിയിലേക്ക് കയറി വന്നു. ഒപ്പം വരാൻ നിന്ന ബദ്രിയെ തടഞ്ഞും കൊണ്ടാണ് അവൻ കാഷ്വാലിറ്റിക്കുള്ളിലേക്ക് വന്നത്. ഉള്ളിലേക്ക് പാഞ്ഞു വന്ന അവൻ്റെ മിഴികൾ ഓരോ ബെഡിലൂടെയും വേഗത്തിൽ ചലിച്ചുകൊണ്ട് നദിയുടെ മുഖത്ത് തങ്ങി നിന്നു. ഒരൊറ്റ കുതിപ്പിനവൻ അവളുടെ അടുത്തേക്കെത്തി. 2 കൈകൾ കൊണ്ടും തലയ്ക്ക് ഇരുവശവും അമർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കിടക്കുകയാണ് നദി. അടച്ച കൺപോളകൾക്കിടയിലെ മിഴിനീർ കണങ്ങൾ ഒഴുകിയിറങ്ങുന്നുണ്ട്. അതവളുടെ വേദനയുടെ ആഴത്തെ ചൂണ്ടിക്കാട്ടി. അവൻ തിരിഞ്ഞ് സൂപ്രണ്ടിൻ്റെ അരികിലേക്ക് വന്നു. ഇവിടെ എത്ര ENTമാരുണ്ട്? ശാന്തതയോടുള്ള ചോദ്യം ആ ശാന്തതയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഭീകരത അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. 6. അയാളുടെ പതിഞ്ഞ സ്വരം. ഇന്നലത്തെ ദിവസം എത്ര ENTമാർ ഉണ്ടായിരുന്നു?
3. ഓക്കെ, അവരെ 3 പേരെയും വിളിക്ക്. അരമണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറയൂ. അയാൾ ഫോണുമെടുത്ത് കുറച്ച് നീങ്ങി നിന്നു. 10 മിനിറ്റ് തികച്ചായില്ല ഡോക്ടർ മധുസൂദനൻ കയറി വരാൻ. അയാൾക്ക് പിന്നാലെ സൂപ്രണ്ടും കയറി വന്നു. നദിയുടെ ബെഡിലിരിക്കുകയായിരുന്ന കാർത്തി ഡോക്ടറെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. ക്രോസ് വിസ്താരം നടത്താനും ശിക്ഷ വിധിക്കാനും പറ്റിയ സമയം ഇതല്ലെന്നും മനസ്സിലാക്കിയത് കൊണ്ടാകാം കാർത്തി മിണ്ടാതെ നിന്നത്. അർജൻറ്റായി CT സ്കാൻ എടുക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ CT സ്കാനിന് എഴുതി. സ്കാനിങ് ചെയ്യാൻ അവളെ സ്ട്രക്ചറിൽ കിടത്തിയാണ് കൊണ്ടുപോയത്. പിന്നാലെ കാർത്തിയും. കാഷ്വാലിറ്റിയുടെ മുന്നിൽ നിന്ന് ബദരിയും അവൾക്ക് കൂടെ കൂടി. പിണക്കം മാറിയിട്ടില്ലാത്തതിനാൽ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. കാർത്തിയുടെ കണ്ണിലെ ആദി കാണുമ്പോൾ ബദരിക്ക് ലേശം ഭയം തോന്നാതിരുന്നില്ല. അന്യായൊരു വ്യക്തിക്ക് സുഖമില്ലെന്നറിഞ്ഞപ്പോഴുള്ള മുഖഭാവമായിരുന്നില്ല അവൻ്റെ മുഖത്ത് ബദരി കണ്ടത്. അല്പസമയം കഴിഞ്ഞതും സ്കാനിംഗ് റൂമിൽ നിന്നും ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു. റിപ്പോർട്ട് ഡോക്ടറുടെ റൂമിൽ എത്തിയിട്ടുണ്ട്, ഡോക്ടർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. സിസ്റ്റർ ബദരിയുടെ നേർക്ക് നോക്കിയാണ് പറഞ്ഞത്. എന്നാൽ ഡോക്ടറുടെ ക്യാബിനിലേക്ക് നടന്നത് കാർത്തിയാണ്. കാർത്തി, ഞാൻ പോകാം, നീ ഇവിടെ നിൽക്ക് ഇന്ന് ബദരി വിളിച്ച് പറഞ്ഞെങ്കിലും അവൻ അത് ചെവി കൊണ്ടില്ല. ഡോർ തള്ളി തുറന്നുകൊണ്ട് കാർത്തി അകത്തേക്ക് കടക്കുമ്പോൾ ഡോക്ടർ മധുസൂദനൻ റിപ്പോർട്ട് വായിക്കുകയായിരുന്നു. ഇരിക്കൂ സാർ. മുന്നിലെ കസേര ചൂണ്ടി ഡോക്ടർ പറഞ്ഞു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഡോക്ടർ? കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് കാർത്തി ചോദിച്ചു. സാറിൻ്റെ ആരാണ് ഈ പെൺകുട്ടി? സഹോദരിയാണ്. അയാൾ അമ്പരന്ന് കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി. ആരായാലെന്താ ഡോക്ടർ, വിവരം പറയൂ. ഈ കുട്ടിയുടെ തല എവിടെ ചെന്ന് ശക്തിയായി അടിച്ചിട്ടുണ്ട്. ഇടിച്ച ഭാഗത്ത് ബ്ലഡ് കട്ട പിടിച്ചിരിക്കുന്നു. അത് അലിയിച്ച് കളഞ്ഞാലല്ലാതെ പെയിൻ മാറില്ല. എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അഡ്മിറ്റിന് എഴുതാം. ഞാൻ 2 ദിവസം ICUവിൽ കിടക്കട്ടെ. ബ്ലഡ് അലിഞ്ഞു പോയതിന് ശേഷം റൂമിലേക്ക് മാറ്റാം. അവൻ്റെ മിഴികൾ നിറഞ്ഞു വന്നു. സീരിയസ് ഒന്നുമല്ലല്ലോ ഡോക്ടർ? അയാളുടെ കൈ പിടിച്ചുകൊണ്ട് കാർത്തി ചോദിക്കുമ്പോൾ അവൻ്റെ വാക്കുകളിലെ ഇടർച്ചയും കണ്ണുകളിലെ നനവും സസൂക്ഷ്മം ശ്രദ്ധിക്കുകയായിരുന്നു ഡോക്ടർ. അവൻ തിരിച്ച് സ്കാനിംഗ് റൂമിൽ പോകാനായി ലിഫ്റ്റിനടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ലിഫ്റ്റ് ഇറങ്ങി വരുന്ന ബദരിയെ കാണുന്നത്. എടാ, അവളെ ICUവിലേക്ക് കയറ്റി. എന്താ ഡോക്ടർ പറഞ്ഞത്? എന്നാൽ ബദരിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ICUവിന് നേർക്ക് നടക്കുകയാണ് കാർത്തി ചെയ്തത്. അവൻ്റെ കലങ്ങിയ കണ്ണുകൾ ബദരിയുടെ മനസ്സിലൊരു ചോദ്യചിഹ്നം തീർത്തിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.